ജന്മങ്ങൾ ഇങ്ങനെയാണ്. അവർ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില സൗധങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ അത് വളരെ വളരെ അത്യാവശ്യമായ ഒന്നായിരിക്കും. പക്ഷെ അതിൻ്റെ ശില്പി പലപ്പോഴും ഇരുളിൽ മാറിയിരിക്കും. നമ്മളെല്ലാം ഷാജഹാനെയാണ് താജ്മഹലിന്റെ ശില്പി എന്ന് പറയുന്നത്. അതിലൊരു ചെറിയ ഉപയോഗമുള്ള ഒരു ജോലി പോലും ഒരുപക്ഷെ ഷാജഹാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശില്പിയുടെ കൈവെട്ടി എന്നൊരു കഥയൊക്കെയാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ. ആ തിരുവിതാംകൂറിലെ സാഹിത്യത്തിന്റെ വളർച്ചയുടെ പിന്നിൽ നിശബ്ദനായി നിന്ന മനുഷ്യനാണ് ശ്രീ പി ഗോവിന്ദപിള്ള. ഞാൻ വന്നപ്പോഴാണ് അന്ന് ഞാനും അദ്ദേഹം തമ്മിലൊരു ബന്ധമുണ്ട്. വളരെ സന്തോഷം. ഒരു കാലം നിങ്ങളൊന്ന് മനസ്സിനെ ഒന്ന് പിന്നിലോട്ടൊന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോയി. അന്ന് ഈ ഗ്രന്ഥശാലകൾ എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. സാഹിത്യകാരന്മാർക്കാകട്ടെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഉന്നതി കിട്ടുകയില്ല. വലിയ തറവാടുകളിലെ ആളുകൾ അവരുടെ ഒരു വിനോദം പോലെ സാഹിത്യത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലം. പ്രത്യേകിച്ച് കവിതകളൊക്കെ ഹൃദയത്തിന്റെ വിശുദ്ധ വികാരങ്ങളുടെ അനർഗളമായ നിർഗണമാണ് കവിത എന്നൊക്കെ വേർഡ്സ്വർത്ത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ഒക്കെ എന്നെ പറയുന്നു. അല്ലെങ്കിൽ റീകളക്ഷൻസ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നു. ഈ റീകളക്ഷൻസ് ഇൻ ട്രാങ്ക്വിലിറ്റി ഉള്ളിലുള്ളപ്പോഴും അതൊരു പുസ്തകമായി വരാനുള്ള സാഹചര്യം അന്ന് വളരെ ഉണ്ടായിരുന്നു. അവിടെ ഒരാളൊരു മുക്കുടി പൂത്തുണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യത്തിലാണ് വാശി. ഏറ്റവും അധികം സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ പുറത്തുണ്ട്. അതായത് മലയാള സാഹിത്യത്തിന്റെ എന്തൊക്കെയാണ് ഈ മലയാള സാഹിത്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന പുസ്തകം. തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അത് വെച്ച് സമ്പാദിക്കാനൊന്നും പറ്റില്ല. ഇന്ന് ഒരു പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് എഴുത്തുകാർക്കും കവികൾക്കൊന്നും ഒരിക്കലും വലിയ പണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ സിനിമയില് തിരക്കഥ എഴുതിയ MT വാസുദേവനെ പോലെ കുറച്ച് ആളുകൾക്ക് പണം ഉണ്ടായി എന്നല്ലാതെ ബാക്കിയൊക്കെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രം രംഗത്ത് എത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. എൻ്റെ ഒരു നോവലുണ്ട്, വിജയഭീതി എന്ന് പറയുന്നത്. അത് വളരെ നന്നായി വിൽക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് എത്ര രൂപ നിന്ന് കിട്ടിയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് വെളിയിൽ പറയില്ല. അത്ര പ്രശ്നം. അക്കാലത്താണെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചങ്ങമ്പുഴയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ചങ്ങമ്പുഴയെ പോലെ ഒരു പ്രതിഭാധനനായ ഒരു വ്യക്തി ഒരുപക്ഷെ മലയാള സാഹിത്യ രംഗത്ത് വളരെ വിരളമായിരിക്കും. എഴുത്തച്ഛനോടും കുഞ്ഞനമ്പ്യാരോടും ഒക്കെ കുമാരനാശനോടൊക്കെ നിൽക്കാൻ കഴിയുന്നുള്ളൊരു ആളാണ് ചങ്ങമ്പുഴ. അദ്ദേഹം കവിതകൾ എഴുതി ആ കവിതകൾ കല്ലച്ചുവ വെച്ച് പ്രിന്റ് ചെയ്ത് അതിൻ്റെ പ്രൂഫ് തിരുത്തി അതിനെ പുസ്തകങ്ങളാക്കി ആ പുസ്തകങ്ങൾ കോളേജുകളിൽ പോയി വിറ്റ് അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അത്ര ബുദ്ധിമുട്ടാണ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അത്ഭുതത്തോടെ പ്രസ്സിൽ നോക്കി നിൽക്കുന്ന ആളുകളാണ്. ഒരു പ്രശ്നത്തിന് എന്താ നടക്കുന്നത് വളരെ അത്ഭുതത്തോടാണ് നോക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ VV ബുക്സ്, അത് ആ പേരുകേട്ട എല്ലാവർക്കും അറിയാം. വിലാസിനി എന്നാണ് തോന്നുന്നു എൻ്റെ അല്ലേ, വിലാസിനി. ആ ഒരു പുസ്തകം കടച്ചാലി തുറന്നു. അപ്പോൾ അദ്ദേഹം പുസ്തകം കട പോകുന്ന പിള്ളേർ അക്കാലത്ത് നമ്മുടെ പുള്ളിമുട്ടിലെ ഭാസ്കരൻ കണ്ടിട്ടുണ്ടല്ലോ, അത്ര വരെ ഉള്ളൂ. പക്ഷെ പുള്ളിമുട്ട് ഭാസ്കരൻ എപ്പോഴും വിൽപ്പനക്കാരൻ മാത്രമായിരുന്നു. പിന്നീട് മലയാള സാഹിത്യത്തിലെ കവികളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം, അദ്ദേഹത്തെ കാണാൻ വരുന്ന പല കവികളും സാഹിത്യകാരന്മാരും, ഇവിടെ മംഗളോദയം ബുക്ക് എന്ന് പറഞ്ഞിട്ട് റെഡ്ഡിയാർ സൻസിന് അങ്ങനെയുള്ള കുറച്ചു പേര് മാത്രമേ എടുക്കുന്നു. ആ കടയിൽ നിന്ന് പബ്ലിക്കേഷൻ രംഗത്തിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം പണം വാരുന്ന പുസ്തകങ്ങളിലേക്ക് പോയില്ല, മറിച്ച്
ലൈബ്രറിയുടെ ഇരുട്ട തറകളിൽ എല്ലാ കാലവും മയക്കുവാൻ വിധിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം പുറത്തുകൊണ്ടുവരുന്നത്. അവിടെയാണ് ശ്രീ പി ഗോവിന്ദപിള്ളയുടെ ഏറ്റവും വലിയ ത്യാഗങ്ങൾ. അദ്ദേഹം കേരള സാഹിത്യ ചരിത്രത്തെ കുറിച്ച് അതാണ് പബ്ലിഷ് ചെയ്തത്. ഉള്ളൂരും നമ്മുടെ ശിവനാട് കുഞ്ഞമ്പിള്ള സാറൊക്കെ വളരെ ശ്രമിച്ചിട്ടാണ് ആ ഒരു ഇത് ഉണ്ടാക്കിയത്. അന്ന് ടി കെ വേലുപിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ് സ്റ്റേറ്റ് മാനുവലൊക്കെ എഴുതി. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ശിവനാട് കുഞ്ഞമ്പിള്ള. അതിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ കൂടിയാണ്. അദ്ദേഹമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാഹിത്യ ചരിത്രം ഉണ്ടാക്കിയത്. ഇന്നത്തെ പോലെ എളുപ്പമല്ല. ഇന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ വേണമെങ്കിൽ പുസ്തകമില്ല. പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള ഗോവിന്ദപിള്ള സാറിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പം അത്തരത്തില് പ്രസിദ്ധിയും വളരെ കുറവ്, ധനവും വളരെ കുറവ്, വിൽപ്പന ചെയ്താൽ പൈസ തിരിച്ചു കിട്ടില്ല. അങ്ങനെയുള്ള ഒരവസരത്തിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് കയ്യിലുള്ള ധനം മുഴുവൻ ഉപയോഗിച്ച് സാഹിത്യത്തിന് വേണ്ടി മാത്രം അദ്ദേഹം നിർമ്മിച്ച താജ്മഹലാണ്. എന്താണ് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം? അതാണ് ഭാരത സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിച്ച ആദ്യത്തെ പുസ്തകം. ഇന്ന് നമുക്കതിന്റെ വില അറിയാം. സാഹിത്യ അക്കാദമിയുടെ പുസ്തകങ്ങൾക്ക് എന്തുമാത്രം അതിനൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചെറുകടയില്ല. അതോടുകൂടി സാഹിത്യം എന്നിട്ട് മാറി. അവിടെ ഒരു പുസ്തകം ആദ്യമായിട്ട് കേരളത്തിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ കണ്ണീരും വിയർപ്പും എല്ലാം നൽകി വളർത്തിയെടുത്തതാണ് ആ പുസ്തകം. അത് എന്നും മലയാള സാഹിത്യത്തിലെ അങ്ങേയറ്റം വിലപ്പെട്ട ഒരു ഗ്രന്ഥമായി നിലനിൽക്കും. പിന്നീട് 250ഓളം പുസ്തകങ്ങൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് വേണ്ടി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇറക്കമായി. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കുകൾ അല്ല പോയത്, സാഹിത്യത്തോടുള്ള പ്രണയം അതിന്ന് വളരെ വളരെ കുറവാണ്. ഞാൻ ഇവിടെ ഇത്രയും നല്ല കവികൾ വന്ന് കവിത വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, ഒരു കാലത്ത് ക്യാമ്പസുകളിലെല്ലാം കുട്ടികൾ ഒരുമിച്ച് കൂടി നിന്നിട്ട് കവിതകൾ ചൊല്ലുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കാൻ വേണ്ടി കുട്ടികൾ ചുറ്റുകൂടും. അദ്ദേഹം പിന്നീട് മറ്റു കോളേജുകളിൽ ചെന്നിട്ട് ഒരു ബാഗിനകത്ത് അദ്ദേഹം തന്നെ പ്രിന്റ് ചെയ്ത രമണനൊക്കെ കൊണ്ടുപോയി അദ്ദേഹം നിൽക്കുമായിരുന്നു. അവിടെ ഒരു ക്യാമ്പസിൽ കവിതകൾ കേൾക്കാൻ ഒരു കൂട്ടമുണ്ടായി. അതാണല്ലോ അദ്ദേഹം ക്ഷയരോഗം വന്നിട്ട് വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷമമാണ്, അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ചെറിയൊരു ലേഖനം സൃഷ്ടിച്ചത് ആ കൊച്ചു പോസ്റ്റ് ഓഫീസിൽ. അന്നത്തെ കാലം 1.5 ലക്ഷം രൂപയാണ് ആളുകൾ അയച്ചു കൊടുത്തത്. എന്നിട്ട് കവി അത് വാങ്ങിക്കാൻ തയ്യാറായില്ല. അതാണ് അദ്ദേഹത്തിന്റെ അഭിമാന സംബന്ധിച്ച്. അപ്പോൾ ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ ഒരു കവിയായിട്ട് പോലും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നേടാനൊന്നും കഴിഞ്ഞില്ല. ഒരു ശ്രീദേവി എന്നൊരു ദേവത അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, ഭാര്യ എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലൊരു പക്ഷേ വളരെ വളരെ വിഷമമാണ്. അപ്പോൾ ഇന്ന് ഇത്ര കവികൾ ഇവിടെ വന്ന് അവരുടെ കവിതകൾ വായിക്കുന്നു. ഓരോ വ്യത്യസ്തമായ പ്ലോട്ടുകളാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനൊരു അംഗീകാരമുണ്ട്. അല്ലെങ്കിൽ ഇത് ഇത്രയും കവികൾ ഒരുമിച്ച് വരുമായിരുന്നല്ലോ, അത് ഒട്ടുമേ ഇല്ല. ആ കാലം ഇങ്ങനെ പുസ്തകങ്ങൾ കണ്ടശേഷം ഒക്കെ പബ്ലിഷ് ചെയ്തു അത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന് വിറ്റും ഒക്കെ അതിനൊരു വലിയൊരു സേവനം മലയാള സാഹിത്യത്തിൽ ചെയ്തിട്ടുണ്ട്. അത് എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. പബ്ലിഷിംഗ് രംഗത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊരു വലിയ ഗ്രന്ഥമൊന്നും കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരും അതൊന്നും ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും. ഇങ്ങനെ ഒരു മഹാന്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നിലനിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ ആരാധകർ നിലനിർത്തുന്നതും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി അടുത്തൊരു സ്ഥലത്ത് എത്താനുള്ളത് കൊണ്ട് നിങ്ങളുടെ